ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് സീക്രട്ട് ആയിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വ്യക്തിയുടെ ഒരു കറണ്ട് ഫീലിങ്സ് നോക്കുമ്പോൾ ഇപ്പോൾ വളരെയധികം ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷനിലൂടെ അല്ലെങ്കിൽ സ്ട്രഗ്ലിംഗ് ഫീലിങ്സിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. അത് മാത്രമല്ല അവരുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു ഘട്ടമായിരിക്കാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ചില വഴിത്തിരിവുകൾ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ ആ ഒരു വഴിത്തിരിവ് ചിലപ്പോൾ അത് നല്ലതിനായിരിക്കാം, ചിലപ്പോൾ അത് മോശത്തിനായിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു സമയം അനുസരിച്ച് അത് മാറിയും മറിഞ്ഞും എല്ലാം വരാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയും അതുപോലെയുള്ള ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ വളരെ ഒരു സോളിറ്റ്യൂഡായിട്ട് ഇരിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതായത് വളരെയധികം ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ലൈഫിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് അല്ലെങ്കിൽ എന്തെല്ലാം സിറ്റുവേഷൻസ് അവർ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും ആരോടും ഒന്നും ഷെയർ ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥ. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ആരോടും ഷെയർ ചെയ്യാനായിട്ട് ഒരു വിശ്വാസമില്ലാത്ത അവസ്ഥ. അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഒരു ആത്മസുഹൃത്തായിട്ട് ആരും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള വിഷമങ്ങളെല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ആരും ഈ ഒരു പേഴ്സണൽ ലൈഫിൽ ഒരിക്കലും ഉണ്ടായില്ലായിരിക്കാം. ആ ഒരു സാധ്യതയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മാനസികമായിട്ട് ഒറ്റയ്ക്ക് ഈ വിഷമങ്ങളെല്ലാം ചുമക്കുന്ന ഒരു പേഴ്സൺ എന്ന് തന്നെ പറയാം. അതേപോലെ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോൾ എല്ലാം അവർ നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകൾ അവർക്ക് വരുന്നുണ്ട്. ആ ഒരു മെമ്മറീസ്, അതായത് ഒരു ലവ് എനർജി നമുക്ക് കാണാനായിട്ട് ഇവിടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓർമ്മകളാണ് അവർക്കൊരു ആ ഒരു സമയത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഴ്സണെ ഒരു പെർഫെക്റ്റ് കമ്പാനിയനായിട്ട് അവർ കാണുന്നത്, അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങളെല്ലാം ചിലപ്പോൾ അവർ നേരത്തെ പറഞ്ഞിരുന്നത് എല്ലാം നിങ്ങളോടായിരിക്കാം. അത് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തി എന്നതുപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ഇപ്പോൾ അവർക്ക് അതിന് സാധിക്കുന്നില്ല. അപ്പം അതിന് അത്രമേൽ ആ ഒരു പേഴ്സൺ ഈ ഒരു കാര്യത്തിൽ വേദനിക്കുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. അപ്പോൾ കറൻ്റ്ലി നിങ്ങളൊരു നോ കോണ്ടാക്ട് പീരീഡിലൂടെ ആയിരിക്കാം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് പഴയതുപോലെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റാത്തത്ര അകലത്തിലായിരിക്കാം നിങ്ങൾ. ആ ഒരു അകലത്തിൽ പോയിട്ടുണ്ടാകാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിലുള്ള ഒരു ഫിസിക്കലുള്ള ഒരു കാര്യമല്ല ഉദ്ദേശിച്ചത്. മാനസികമായിട്ട് ആ ഒരു പഴയ അടുപ്പം നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും അവർക്കൊരു ഏകാന്തത അനുഭവപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിഷമം അനുഭവപ്പെടുമ്പോൾ എല്ലാം നിങ്ങളുടെ കാര്യം അവർക്ക് ഓർമ്മ വരുന്നത്. നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു ചിന്തകൾ അവർക്ക് കയറി വരുന്നത് തീർച്ചയായിട്ടും ഈ ഒരു അകലം നിങ്ങൾ തമ്മിൽ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് അകന്നു പോയതിൽ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു പഴയ എനർജിയിലേക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ മാനസികമായിട്ട് ഒരുപാട് വിഷമിക്കുന്ന ഒരു പേഴ്സണാണ്. ആ ഒരു സഫറിങ്, അതായത് സൈലൻസ് എനർജിയാണ്. അവർക്കത് ആരോടും തുറന്ന് പറയാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു മാനസിക ബുദ്ധിമുട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ടെൻഷനോ പിരിമുറുക്കമോ എന്താണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഒരാളോട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടും. ചിലപ്പോൾ നമുക്കതൊരു നല്ല സുഹൃത്തുക്കളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പോം വഴിയൊക്കെ അവർ പറഞ്ഞു തരും. ഒരു നല്ല സൊല്യൂഷൻസ് ചിലപ്പോൾ അവർ പറഞ്ഞു തരും. അല്ലെങ്കിൽ ഒരു കേൾവിക്കാരായിട്ടെങ്കിലും ആരെങ്കിലും ഉണ്ടാവുക എന്ന് പറയുന്നത് അത്രയും നമുക്കൊരു സമാധാനം തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ അങ്ങനെ പോലും ആരുമില്ല എന്നുള്ളതാണ്. ഈ ഒരു പേഴ്സൺ ഇത്രയും ഒരു വിഷമമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ്. ഒരു കാര്യം പോലും തുറന്നു പറയാൻ ആരുമില്ലാത്തൊരവസ്ഥ. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിരുന്നത് നിങ്ങളോടാണ്. നിങ്ങളും ഇപ്പോൾ ഈ ഒരു പേഴ്സണോടൊപ്പം ഇല്ല. അപ്പോൾ അതിനും ഈ ഒരു വ്യക്തി മാനസികമായിട്ട് ഒരുപാട് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഇത്തരത്തിൽ മാറിപ്പോകാൻ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ആയിട്ടുള്ള ഈ ഒരു ഡിസ്റ്റൻസ് വരാനുള്ള ഒരു റീസൺ എന്താണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അന്നുണ്ടായിരുന്നതിനേക്കാൾ ഒരുപാട് മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഇപ്പോൾ വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ചില സമയത്ത് നമ്മൾ ചില ഡിസിഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ലൈഫിൽ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെനിക്ക് ഓവർകം ചെയ്ത് പോകാനായിട്ട് സാധിക്കും, കുഴപ്പമുണ്ടാവില്ല, എല്ലാം പതിയെ പതിയെ ഓക്കെ ആയിക്കോളും എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ
ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ പിന്നീടുള്ള ഓരോ ദിവസങ്ങളിലും ആയിരിക്കും ഇത് കൂടി വരുന്നത്. നമ്മൾ പോലും വിചാരിക്കില്ല ഈ ഒരു പേഴ്സൺ അകന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും വലിയൊരു വേദനയിലേക്ക് എത്തിച്ചേരുമോ എന്ന്. ആ ഒരു പേഴ്സൺ നഷ്ടപ്പെട്ടതിന് ശേഷമായിരിക്കും നമുക്ക് പലർക്കും അത് ആ ഒരു തോന്നൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി നിമിത്തമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ ഒരു സാക്രിഫൈസ് ആയിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു സാക്രിഫൈസ് എന്നുള്ളത് കൊണ്ട് ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മനഃപൂർവ്വമായിട്ട് ഉപേക്ഷിച്ചതായിരിക്കാം. അവർക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു കാര്യമോ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അവർ ആഗ്രഹിച്ചിട്ട് ചെയ്തതോ ആയിരിക്കില്ല. ചിലപ്പോൾ അവരുടെ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും മനസ്സില്ലാ മനസ്സോടെയാണ് ഈ ഒരു പേഴ്സൺ ഓൾറെഡി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുന്നത്. അത് നമുക്ക് വളരെ നന്നായിട്ട് വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഒഴിവാക്കണമെന്ന് വിചാരിച്ചിട്ടോ മാറിപ്പോയൊരു പേഴ്സൺ അല്ല. ഇവരുടെ ഒരു സാഹചര്യം കൊണ്ടാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. അതാണ് ആ ഒരു സാക്രിഫൈസിന്റെ എനർജി അവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന് മറ്റാർക്കോ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റെന്തോ സാഹചര്യം കൊണ്ട് അവർക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ടോ മാറി നിൽക്കേണ്ടതായിട്ടോ വന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു വ്യക്തി മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സാഹചര്യ നിമിത്തമൊക്കെ മാറി നിന്നതാണ്, അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയതാണെങ്കിൽ പോലും അവർക്ക് ഇപ്പോഴുള്ള ഈ ഒരു സാഹചര്യം ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഈ ഒരു പേഴ്സണ് അത്രത്തോളം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില സമയത്തൊക്കെ നമ്മൾ ഇല്ല എന്നെ കൊണ്ട് അത് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള ആ ഒരു ഡിസിഷനിലൊക്കെ ആയിരിക്കും പല കാര്യങ്ങളും തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ആ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കത് സഹിക്കാൻ വയ്യ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചിത്ര എളുപ്പമല്ല സിറ്റുവേഷൻ കടന്നു പോകാൻ എന്ന് മനസ്സിലാകും. അപ്പോൾ അതുപോലെയുള്ള ഒരു പേഴ്സന്റെ എനർജിയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ അത്രമേൽ ഈ ഒരു പേഴ്സണെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നല്ല രീതിയിൽ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാം. അത് മാത്രമല്ല, നിങ്ങളെ ഈ ഒരു പേഴ്സൺ കാണുന്നത് അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കൊടുക്കുന്ന അല്ലെങ്കിൽ അവരെ അത്രമേൽ സ്നേഹിക്കുന്ന ഒരു എനർജി ആയിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്നത് തന്നെ ആ ഒരു എനർജിയാണ്. അപ്പോൾ അതൊരു ജെൻഡർ വൈസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ലെങ്കിലും ഒരു മാതൃത്വം അല്ലാന്നുണ്ടെങ്കിൽ ഒരു അമ്മയെ പോലെയുള്ള ആ ഒരു സ്നേഹം, പരിഗണന, എങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. എന്ത് തെറ്റുകൾ ചെയ്തിട്ടുണ്ടായാലും അത് ക്ഷമിക്കാനുള്ള ഒരു കഴിവ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ഇപ്പോൾ എന്തെങ്കിലും മോശം ക്വാളിറ്റീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആ ഒരു തരത്തിലാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഏത് തരത്തിലാണ്, എന്തെങ്കിലും ചിലർക്ക് അത് ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രണയിക്കുന്ന വ്യക്തികളായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു പ്രണയം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഒരു അമ്മയെ പോലെ കാണാൻ അല്ലെങ്കിൽ സ്നേഹിക്കാൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാൻ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ തെറ്റുകൾ ക്ഷമിച്ചു കളയാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് ഓടി വരുമ്പോൾ അതിനൊരു പരിഹാരം പറഞ്ഞു കൊടുക്കാൻ, ആ ഒരു തരത്തിലെല്ലാം നല്ല കെയറിങ്, ഓപ്പണായിട്ട് ഷെയർ ചെയ്യാൻ, മുഴുവൻ നിങ്ങളോട് അവർ ഓപ്പണായിട്ട് അവരുടെ ലൈഫ് ഷെയർ ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്ന ഒരു അവസ്ഥ, ഒരു സ്നേഹവും ഇഷ്ടവും മാത്രമല്ല അവിടെ ഉള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഒരു റെസ്പെക്റ്റ് ഉണ്ട്. നിങ്ങൾ ഏത് തരത്തിൽപ്പെട്ട ഒരു പേഴ്സൺ ആണെങ്കിലും അവര് എന്തൊക്കെയോ രീതിയിൽ നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് അവർ അത്രത്തോളം വാല്യുബിൾ ആയിട്ട് കാണുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് തന്നില്ല എന്ന് ഈ ഒരു പേഴ്സണ് ഒരു ഫീലിങ്സ് ഉണ്ട്. അതാണ് അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എടുത്ത ഒരു തീരുമാനം. എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും, സാക്രിഫൈസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആരുടെയെങ്കിലും ഒരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് ഉചിതമായില്ല, അതൊരു നീതികരമായിട്ടുള്ള പ്രവൃത്തിയായിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള കുറ്റബോധമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ അന്നെടുത്ത അല്ലെങ്കിൽ ആ ഒരു ശരിയാണ് എന്ന് കരുതിയെടുത്ത ആ ഒരു തീരുമാനം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ടുപേർക്കും ഗുണം ചെയ്യും എന്നുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു പേഴ്സന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു ഗുണത്തിന് വേണ്ടിയിട്ടോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ കുറച്ച് വേദനയോടെയാണെന്നുണ്ടെങ്കിലും അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു നീതിപൂർവമായിട്ടുള്ള ഒരു കാര്യമല്ല, ആ ഒരു കാര്യത്തിലൂടെയാണ് ഇത്രയും സ്നേഹത്തോടെ ഉണ്ടായിരുന്ന നിങ്ങളെ അകറ്റി മാറ്റി നിർത്തിയത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരിൽ നിന്ന് പടിയിറങ്ങി പോകേണ്ടി വന്നത്
ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു തീരുമാനത്തിന്റെ ഫലമായിട്ടായിരിക്കും. അപ്പോൾ അത് തെറ്റായിരുന്നു എന്നുള്ള ആ ഒരു സ്ട്രോങ് ഫീലിങ്സ് ഈ ഒരു പേഴ്സണുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ആ ഒരു നൺ ഓഫ് സോർട്സിന്റെ ഒരു കാർഡൊക്കെ വന്നിട്ടുണ്ട്. അത്രമേൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വേദനിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഉറക്കമില്ലാത്ത രാത്രികൾ എന്നൊക്കെ പറയുന്ന പോലെ കൂടുതലായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഇവരും വേദനിക്കുന്നുണ്ട്. അവർക്ക് പറ്റിയ തെറ്റിനെ കുറിച്ച് ഓർത്തും അവർക്കൊരു വിഷമം വരുമ്പോൾ നിങ്ങൾ അടുത്തില്ലാത്തതിനെ കുറിച്ച് ഓർത്തും എല്ലാ തരത്തിലും മാനസികമായിട്ട് ഒരുപാട് വിഷമിക്കുന്നു. ഒരു കുറ്റബോധം കൊണ്ട് സഫർ ചെയ്യുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവര് തീർച്ചയായിട്ടും ആ ഒരു സ്പിരിച്വൽ വേയിലേക്ക് കണക്ട് ആകാനായിട്ട് വളരെയധികം ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ചിലപ്പോൾ അവർ ഏൽപ്പിച്ചിരിക്കുന്നത് തന്നെ ഒരു ഡിവൈൻ എനർജിയുടെ മുന്നിലായിരിക്കാം. എല്ലാ വിഷമങ്ങളും അവിടെ സമർപ്പിച്ചിട്ടായിരിക്കാം അവരിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു മാറ്റം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പോസിറ്റിവിറ്റിയിലേക്ക് കടക്കാൻ തുടങ്ങിയിരിക്കുന്ന ഒരു പേഴ്സൺ ആണ്. ചിലപ്പോൾ നേരത്തെ ഒരു ദൈവവിശ്വാസമുള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഇല്ലാത്ത പേഴ്സൺ ആയിരിക്കാം. എന്താണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അവരെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഇപ്പോഴുള്ള സിറ്റുവേഷൻ ഒരു പരിധി വരെ തരണം ചെയ്തു പോകുന്നത് ഈ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് ഉള്ളത് കൊണ്ട് തന്നെയാണ്. അത് മാത്രമല്ല, നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ഒരു കാരണവശാലും അവർക്ക് വിട്ടുകളയാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് അവർ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് കറന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പേഴ്സണൽ ലൈഫിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്, ഒരു വിഷമഘട്ടങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വെല്ലുവിളികൾ ഉയർത്തുന്ന സാഹചര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ചിലപ്പോൾ അവർ നിൽക്കുന്നത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരിക്കാം. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാകാം. അതിൽ നിന്നുള്ള, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കരിയറിലോ അല്ലെങ്കിൽ അവരുടെ ഒരു നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു വെല്ലുവിളികൾ ആയിരിക്കാം. അപ്പോൾ ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളും എല്ലാം ഈ ഒരു പേഴ്സണൽ ലൈഫിലുണ്ട്. അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഇപ്പോൾ നിങ്ങളെ തന്നെയാണ്. അപ്പോൾ കറന്റ് ഈ ഒരു പേഴ്സൺ ഒരുപാട് വിഷമഘട്ടത്തിലൂടെ പോകുന്നു, അല്ലെങ്കിൽ ഒരുപാട് തടസ്സങ്ങളിലൂടെ പോയിട്ട് പോലും അനുകൂലമായിട്ടുള്ള ഒരു സമയത്തിന് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ ക്ഷമയോടെ കാത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ചിലപ്പോൾ വളരെയധികം ഒരു സമാധാനം കണ്ടെത്തുന്നത് ആ ഒരു രീതിയിലുള്ള അവരുടെ ചിന്തകൾ കൊണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ആ ഒരു എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്രമേലെ ഈ ഒരു വ്യക്തി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊരു മാറ്റം വരും, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ അത്രമേൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഇവിടെ ഉള്ളതായിട്ട് നമുക്ക് പല കാർഡ്സുകളും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ആ ഒരു നിഴല്, ഷാഡോ, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ മെന്റലിയും ഈ ഒരു പേഴ്സൺ പല കാര്യങ്ങളിലും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു സാഹചര്യം തന്നെയായിരിക്കും. അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസസ് ഉള്ളത് കൊണ്ട് തന്നെ അവർ അതിനകത്ത് സ്റ്റക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജി ആയിരിക്കും. അപ്പോൾ ഏത് കാരണം കൊണ്ടാണോ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയത്, അല്ലെങ്കിൽ അവർക്കൊരു സാക്രിഫൈസ് പോലെ ഇത് ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നത്, അതിപ്പോഴും ആ ഒരു അവസ്ഥ തുടരുന്നുണ്ടാവും. പക്ഷെ അവർക്ക് നിങ്ങളെ ഒട്ടും ഒഴിവാക്കാനും സാധിക്കുന്നില്ല. ചിലപ്പോൾ അന്ന് ആ ഒരു ഡിസിഷൻ എടുത്തത്, അങ്ങനെയുള്ള പല തീരുമാനങ്ങളിലും ഈ ഒരു വ്യക്തി പോയിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് നിങ്ങളെ മനസ്സിൽ നിന്ന് പറിച്ചെറിഞ്ഞ് കളയാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏത് വിധേനയും ഇത് വേണം, നിലനിർത്തണം എന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായാലും ഇല്ലെങ്കിലും നിങ്ങളെ ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ ഒരു റിയൽ പാർട്ട്ണർ എന്ന് എത്രത്തോളം അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിനുള്ള ഒരു തെളിവാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളോട് എല്ലാം പറഞ്ഞ് അവസാനിച്ച് നിർത്തിപ്പോയ ഒരു പേഴ്സൺ ആണോ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറി നിന്ന് ഒന്നും മിണ്ടാതെ നിങ്ങളിൽ നിന്ന് മാറിപ്പോയ ഒരു പേഴ്സൺ ആണോ എന്നുള്ളതൊന്നും നമുക്കിവിടെ ഒരു വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു ഡിസിഷനെ കുറിച്ച് ഒരുപാട് ഒരു വിഷമം, അല്ലെങ്കിൽ ആ ഒരു കുറ്റബോധം എല്ലാം നല്ല രീതിയിലുള്ള അവർക്കുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പ്രതീക്ഷ ഇപ്പോഴും അവർക്കുണ്ട്. മാത്രമല്ല അവരുടെ ഒരു ഡെസ്റ്റിനിയിൽ നിങ്ങളുണ്ട് എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങളില്ലാതെ ഒരു പൂർണ്ണത ഈ ഒരു പേഴ്സൺ ഉണ്ടാവില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. സ്വയം അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സമയത്ത് പോലും അവരത് തിരിച്ചറിയണമെന്നില്ല. പക്ഷെ ഈ ഒരു അകന്ന് നിന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ ഒരു വാല്യൂ എത്രത്തോളം ഉണ്ട് ഈ ഒരു പേഴ്സണ് അത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ആ ഒരു നിങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി വരും, ആ ഒരു മാറ്റം ഉണ്ടാകും എന്ന് വളരെ കോൺഫിഡൻസ് ആയിട്ട് ഈ ഒരു പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളോട് ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും തുറന്നു പറയാതെ മാറിപ്പോയ ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ക്ലാരിറ്റി വേണം. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊന്ന് ഓപ്പൺ ആയിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ അന്നത്തെ അവരുടെ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്നറിയാത്ത
ഒരു സാഹചര്യമായിരുന്നിരിക്കാം, ഒരു സമയമായിരുന്നിരിക്കാം. അവർ ഏതെങ്കിലും തരത്തിലുള്ള ഡിസിഷൻ എടുത്ത് മാറി നിന്നത് അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളോടെല്ലാം ഒന്ന് തുറന്നു പറയണം, അല്ലെങ്കിൽ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാനായിട്ട് അവരൊരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നും ഷെയർ ചെയ്യാൻ ഒരാളും ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാം മനസ്സിൽ അടക്കി പിടിച്ചു കഴിയുന്ന ഒരു വ്യക്തിയാണ്. സോ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ക്ലാരിറ്റി ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു തരത്തിലും ഈ ഒരു വ്യക്തിയുടെ എനർജി നിങ്ങളെ യാതൊരു വിധത്തിലും കുറ്റപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു ഫീലിങ്സിനകത്തൊന്നും അവർ നിങ്ങളെ മോശമായിട്ട് ചിത്രീകരിക്കുന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ മിസ്റ്റേക്ക് ആണെന്ന് വിചാരിക്കുന്നോ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും വന്നിട്ടില്ല. എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും എല്ലാം അവർക്ക് പറ്റിയ ഒരു തെറ്റാണ് എന്ന് അവർ അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ചെയ്തു നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയാണ്. ഒരു കാരണവശാലും ഇവരിപ്പോൾ ഒരു പാർട്ട്ണറെ, അതായത് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് നമുക്ക് നല്ല രീതിയിൽ തന്നെ മനസ്സിലാകും. അതുപോലെ ഒരുപാട് സ്നേഹം മനസ്സിൽ അടക്കി പിടിച്ച് നിൽക്കുന്ന ഒരു പേഴ്സണാണ്. നിങ്ങളെ അവർ ഒരുപാട് മിസ് ചെയ്ത് നിൽക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് അവരെ കെയർ ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ തെറ്റുകളെല്ലാം ക്ഷമിക്കാൻ പറ്റുന്ന അതേപോലെയുള്ള ഒരു മാതൃത്വമുള്ള ഒരു എനർജി ആയിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. അപ്പൊ പ്രണയം എന്നതിനേക്കാൾ ഉപരിയായിട്ട് അത്രമേലൊരു ഡീപ്ലി ഉള്ളൊരു ബോണ്ടിങ് നിങ്ങൾ തമ്മിലുണ്ട് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് ഇതെങ്കിൽ നിങ്ങളും ഈ ഒരു തലത്തിൽ തന്നെയായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. അവർ നിങ്ങളെ എത്ര വേദനിപ്പിച്ചിട്ടാണ് മാറിപ്പോയതെങ്കിലും നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുന്നുണ്ടാവുക. അപ്പം ഈ ഒരു പേഴ്സന്റെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു അകൽച്ച തുടങ്ങിയിട്ട് ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ടേ ഉണ്ടാവുകയുള്ളൂ. ചിലവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുറച്ചധികം നാളുകളായിട്ടുണ്ടാകും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇത് നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പല കാര്യങ്ങളും ഷെയർ ചെയ്യാനായിട്ട് വരും എന്നുള്ളതാണ്. കാരണം ഇപ്പോഴത്തെ അവരുടെ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് അത്രയും ഒരു കുറ്റബോധം കൊണ്ടും വിഷമം കൊണ്ടും ഒറ്റപ്പെടൽ കൊണ്ടും എല്ലാം തളർന്നിരിക്കുന്ന ഒരു എനർജിയാണ്. ആകെ ഈ ഒരു റിലേഷൻഷിപ്പ് പുതുക്കി മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമാണ് അവരെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ എത്രയും വേഗം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ, പല കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയാനൊക്കെ കാത്തിരിക്കുന്ന ഒരു പേഴ്സണെയാണ് നമുക്കിവിടെ വന്നിരിക്കുന്ന ഈ ഒരു ലാസ്റ്റ് എനർജിയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന വളരെയധികം പ്രതീക്ഷയോടെ ഒരു വെളിച്ചത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ പോവുകയാണ് അവർ, അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ് അവരുടെ ജീവിതത്തിൽ എത്തി നിൽക്കുകയാണ്. എങ്കിൽ പോലും ഇനി മുന്നോട്ടുള്ള ലൈഫിൽ നിങ്ങൾ വേണമെന്നുള്ള ഒരു ഡിറ്റർമിനേഷൻ ഈ ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ട്. ആർക്ക് വേണ്ടിയിട്ടും ഇത് വിട്ടുകൊടുക്കാനായിട്ട് കഴിയില്ലാത്ത ഒരു മനസ്സ് അവർക്കുണ്ട്. അപ്പോൾ ഈ ഒരു സ്പ്രെഡില് പാസ്റ്റില് പല കാര്യങ്ങളും ഒന്നും നമുക്ക് റിവീൽ ആയിട്ടില്ല. ഇവരുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയും വിഷമങ്ങളും ഒക്കെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയുമാണ് ഈ ഒരു റീഡിംഗ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്ക് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് ടുഡേ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയാണ്. ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ. കൊല്ലം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കൊല്ലം ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ, അല്ലെങ്കിൽ കൊല്ലം ജില്ലയുമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം. നമ്പർ 33 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 1989 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. നമ്പർ 31 നമുക്ക് കിട്ടുന്നുണ്ട്. സോഷ്യൽ മീഡിയ, ഓക്കെ, സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടവരൊക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. പേഷ്യൻസ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1 weeks എന്ന് പറയുന്നൊരു പോസിബിലിറ്റിയാണ് ഇത്. ഡാൻസ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. എൻകറേജസ് യു. ഓക്കെ, നമ്പർ 4 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഗോൾഡൻ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ. ലെറ്റർ ഇസഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 6 കിട്ടുന്നുണ്ട്. 1986 നമുക്ക് കിട്ടുന്നുണ്ട്. ലെറ്റർ എഫ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ചൈൽഡിഷ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 55 കിട്ടുന്നുണ്ട്. കോട്ടയം ജില്ല. നമ്പർ 34, നമ്പർ 29, 222 എന്ന് പറയുന്ന റേഞ്ചിൽ നമ്പർ കിട്ടുന്നുണ്ട്. നമ്പർ 36, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ നമുക്ക് കിട്ടുന്നത് നമ്പർ 52 ആണ്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്.